ഏരിയ കമ്മിറ്റിയിൽ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്നൊരു പരാതി പോയിട്ടില്ല. സംസ്ഥാന നേതൃത്വം നേരിട്ടെടുത്ത തീരുമാനമാണെന്നാണ്. വളരെ പെട്ടെന്നാണ് നടപടി ഉണ്ടാകുന്നത്. ഇതിൽ എന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ? ദുരൂഹത എന്ന് പറഞ്ഞാൽ പാർട്ടി എടുത്ത നടപടിയിൽ സ്വാഭാവികമായ ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതിലേക്ക് നയിച്ച ഘടകങ്ങൾ ആരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ പാർട്ടിക്ക് അസാധാരണമായ ചില നടപടികൾ എടുക്കേണ്ടി വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ എന്തെങ്കിലും ക്ഷണമോ മറ്റോ? എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എന്നെ വിളിക്കുന്നുണ്ട്. വിവിധ മുന്നണികളിലും രാഷ്ട്രീയ നേതാക്കന്മാരും CPM-ന്റെ നേതാക്കന്മാരുൾപ്പെടെ ഉള്ളവർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ധൃതി പിടിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഒരു വികാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോടെ പാലായിൽ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കാണിക്കുന്ന ഒരു വികാരം എന്നോട് സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ കൂടി എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത് രാഷ്ട്രീയ ഭേദമന്യേ ഒരുപക്ഷെ രാഷ്ട്രീയപരമായ വിരോധം മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മിത്രങ്ങൾ പോലും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലുള്ള വൈകല്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ ഇന്നലെ വിശദീകരിച്ചു തന്നെയാണ് എനിക്കിപ്പം പറയാനുള്ളത്. കാരണം രാഷ്ട്രീയ അഭയം തേടി വന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത CPM-ന് ഉണ്ടായി. അത് സ്വാഭാവികമാണ്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഏത് മുന്നണിയും ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ അദ്ദേഹം മുന്നണി വിട്ടു പോകാതിരിക്കുന്നതിനും അദ്ദേഹത്തെ കൂടെ പിടിച്ചു നിർത്തുന്നതിനും വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ CPM-നെതിരെ നാളിതുവരെ ഞാൻ പ്രവർത്തിച്ച് വന്ന ഒരു 8 വർഷക്കാലമായി CPM-ന്റെ മെമ്പറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. പാലാ മുനിസിപ്പാലിറ്റിയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. CPM-ന്റെ നിലപാടിനെതിരായി, രാഷ്ട്രീയ നിലപാടിനെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെതിരായി നാളിതുവരെ ഞാൻ ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. CPM എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് തന്നെ ഞാൻ പറയുന്നു. അവരെ വിമർശിച്ചിട്ടില്ല, ഇനിയും വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇടതു മുന്നണിക്കെതിരെ എന്ന വാക്ക് ഇച്ചിരൂടെ വൈഡായിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇടതു മുന്നണിയിലെ ഒരു രാഷ്ട്രീയ കക്ഷി നേതാവിനെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയല്ല, ആ രാഷ്ട്രീയ നേതാവിന്റെ സ്വഭാവ വൈകല്യത്തെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ, അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി, അതിനെയാണ് ഞാൻ വിമർശിച്ചത്. അതുമാത്രമല്ല, പാലായിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം തടസ്സം നിൽക്കുന്നു. നിങ്ങൾക്ക് തന്നെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന നിരവധിയായ കാര്യങ്ങൾ. ഇപ്പോൾ ബൈപ്പാസ് റോഡിന്റെ കാര്യമാണെങ്കിലും, ഇവിടെ ലണ്ടൻ സ്റ്റൈലിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി അതിന്റെ കാര്യമാണെങ്കിലും, കളരിയാമാക്കൽ പാലമാണെങ്കിലും, സെന്റ് തോമസ് കോളേജിന്റെ അവിടെ പണിയുന്ന ചെക്ക് ഡാം കം ബ്രിഡ്ജിന്റെ കാര്യത്തിലാണെങ്കിലും ഏകദേശം ഒരു 300-350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ, അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകല്യത്തെ മാത്രമല്ല ഞാൻ കുറച്ച് നാളുകളായി വിമർശിച്ചു വരുന്നു, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ല, 100% ഞാൻ അതിന്റെ അസത്യം പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടത്, അതിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അല്ലെങ്കിൽ CPM എന്ന പ്രസ്ഥാനത്തെ ഞാൻ വിമർശിച്ചിട്ടില്ല. ആ കാര്യം ഞാൻ ആവർത്തിച്ചു പറയുന്നു, വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. CPM-ന്റെ സ്വാഭാവിക സംഘടനാ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല താങ്കളുടെ കാര്യത്തിൽ. അതായത് വിശദീകരണം ചോദിക്കുകയോ നോട്ടീസ് നൽകുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഒരു നീതി നിഷേധം ഉണ്ടായെന്ന് കരുതുന്നുണ്ടോ? അല്ലാതെ നീതി നിഷേധം എന്ന് ഞാൻ പറയുന്നില്ല. അവർ അതിന് ജോസ് കെ മാണിയുടെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് മുന്നിൽ രാജ്യസഭാ സീറ്റ് അദ്ദേഹം നേടിയെടുത്തതുപോലെ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നണി മാറുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഭീഷണി, അതൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ സ്വാഭാവിക നീതി നിഷേധമെന്ന് ഒരുപക്ഷെ എന്നെ ചെയർമാൻഷിപ്പ് എനിക്ക് തരാതെ ഇരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ഇതും സംഭവിച്ചു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. 100%. അതിൻ്റെ അകത്തൊരു തർക്കമില്ല. അദ്ദേഹത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഞങ്ങളെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ വെറും ഒരു പാർട്ടി പ്രവർത്തകനായ, വെറും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ, ഒരു കൗൺസിലർ മാത്രമായ എന്നെ വേണോ, അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ഒരു പാർട്ടി, അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പം ആന മെലിഞ്ഞ പോലെ നിൽക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചുവടെ തെളിച്ച് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ മുഖമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ. അതൊരു പക്ഷേ ഇടതുപക്ഷ മുന്നണിക്ക് അനിവാര്യമാണ്, അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തന വൈകല്യം തന്നെയാണ്, അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സമ്മർദ്ദത്തിന് വഴങ്ങിയാകാം, അതാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഞാൻ CPM എന്ന പാർട്ടിക്കെതിരെ നാളെ ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല.
നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ പറ്റും. പാർട്ടി പറയുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്തുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. പാർട്ടി പറയുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ പോളിസി നഗരസഭയിൽ ഉള്ളിലും വെളിയിലും പ്രാവർത്തികമാക്കിയ ഒരാളാണ്. പാർട്ടിക്ക് എന്നോടൊരു വിരോധമുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പാർട്ടിയെ ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നുമില്ല. CPM കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ അടിയറവ് പറഞ്ഞതായി തോന്നുന്നുണ്ടോ? ഞാനത് പറഞ്ഞു. അടിയറവ് പറഞ്ഞു എന്ന വാക്കിനേക്കാൾ ഉപരിയായിട്ട് മുന്നണി ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ അഭയം തേടി വന്ന ഒരു അഭയാർത്ഥിയോട് കാണിക്കുന്ന ഒരു സൗജന്യം, അതായിരിക്കും ഇച്ചിരി ചേരുന്നത്. താങ്കളെ പുറത്താക്കിയതിൽ പാലായിലെ CPM പ്രവർത്തകർക്കിടയിൽ അതൃപ്തിയുണ്ട്, അങ്ങനെയും കേൾക്കുന്നുണ്ട്. പ്രതികരണങ്ങളിൽ നിന്ന് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരിൽ നിന്ന് 100% അതൃപ്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ ചട്ടക്കൂടിലും പാർട്ടി ഒരു കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ആ പാർട്ടിയുടെ അച്ചടക്കത്തിന് ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാനും അഭിപ്രായങ്ങൾ പറയുന്നതിനും മാത്രമേ അവരൊക്കെ തയ്യാറാകുന്നുള്ളൂ. പക്ഷേ ആത്യന്തികമായിട്ട് പറയുമ്പോൾ ഇതിന്റെ ദൂഷ്യം അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ജോസ് കെ മാണിയാണ്. ആ കാര്യത്തിൽ തർക്കമില്ല.